ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അൽഫോൺസിസ് സെബാസ്റ്റ്യൻ. ഞാൻ ഒരു BSc നഴ്സിംഗ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള നേഴ്സാണ്. കറൻ്റ്ലി ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഓഫ് BSc നഴ്സിംഗ്. ഓക്കേടാ, അപ്പം നമ്മളെല്ലാവരും നഴ്സിംഗ് എടുക്കുന്ന എന്തുകൊണ്ടായിരിക്കും? ഒബ്വിയസ്ലി നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏതൊക്കെ കോഴ്സിന്റെ ഡിമാൻഡ് പോയാലും നഴ്സിംഗിന്റെ ഡിമാൻഡ് പോവില്ല എന്ന് എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നഴ്സിംഗ് എടുക്കുന്നത്. അതിന്റെ റിയാലിറ്റി എപ്പോഴേലും ചെക്ക് ചെയ്തിട്ടുണ്ടോ? ചുമ്മാ തല്ലിപ്പൊളിച്ച് നടന്ന് കളിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പോയിട്ട് നഴ്സിംഗ് എടുത്താൽ ചിലപ്പോൾ 8ന്റെ പണി കിട്ടും. കാരണം അവനും ഇവനും പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് നെയ്ബേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ട് ആ ഒരു ആവേശത്തിലും നഴ്സിംഗ് സിമ്പിൾ അങ്ങനെ പറഞ്ഞ് വരുവാണെങ്കിൽ 8ന്റെ പണി അത് ഉറപ്പാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗ്, മെഡിക്കൽ സർജിക്കൽ, അനാട്ടമി, ഫിസിയോളജി, ഫാർമക്കോളജി, സോഷ്യോളജി, റിസർച്ച്, കമ്മ്യൂണിറ്റി, ഒബ്സ്റ്ററ്റിക്കൽ, ഗൈനക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുള്ള സബ്ജക്ട്സ് അങ്ങ് കാണുമ്പോഴേ കിളി ഇതിലെല്ലാമാ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. അതുപോലെ കിളി പോകും ഉഴപ്പാൻ വേണ്ടി വരുന്നവർക്ക്. അപ്പൊ ഞാൻ ഒരേ ഒരു കാര്യം പറയാം, ആർട്സ് കോളേജ് ലക്ഷ്യമാക്കിയിട്ടാണ് നഴ്സിംഗ് പഠിക്കാൻ വരുന്നെങ്കിൽ ഇവിടെ വരണ്ടടാ. വീട്ടിലിരുന്ന് എന്തിനാ വീട്ടുകാരുടെ കാശ് കളയുന്നത്? ഓൾറെഡി നിങ്ങൾക്കറിയാം ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നല്ലോണം കാശ് പൊഴിയുന്നു. ഇനിയിപ്പം അങ്ങനെ ഒരുപാട് കാശ് പോകണ്ടെന്ന് ആഗ്രഹമുള്ളവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പിള്ളേർക്ക് കുറച്ചുകൂടെ ബുദ്ധി വന്നു. +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് പുറത്ത് പോയി നഴ്സിംഗ് എടുക്കും. അപ്പൊ എന്താ, സ്റ്റൈഫൻഡും ഉണ്ട്, വീട്ടുകാരുടെ കാശും പോകത്തില്ല, നമുക്ക് നഴ്സിംഗും കിട്ടും, ഫ്രീഡം അതും ഉണ്ട്. നമ്മൾ അതല്ല പറയുന്നത്, നമ്മൾ കേരളത്തിന്റെ നഴ്സിംഗിന്റെ റിയാലിറ്റിയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. പറയാടാ, നമ്മൾ അങ്ങോട്ട് ഇയർലി വൈസ് നോക്കുമ്പോഴത്തേനും ഇപ്പൊ സെമിസ്റ്റർ ആയപ്പോഴത്തേനും ഒത്തിരി ലാഭം നിങ്ങൾക്കുണ്ട്. എപ്പോഴും പരീക്ഷയാണെന്നുള്ളൊരു പ്രശ്നം അങ്ങോട്ട് ഒഴിച്ചാല് നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാം. ഞങ്ങൾക്ക് ഇയർലി ബാച്ച് ആയിരുന്നു. ഇയർലി ബാച്ച് എന്ന് പറഞ്ഞാല് എപ്പോഴും പരീക്ഷയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അങ്ങോട്ട് എക്സാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് വരുന്നത് ഒരു വല്ലാത്ത ബേർഡനാ. ഈ ബേർഡൻ പോരാഞ്ഞിട്ട് നമുക്ക് എന്താ, എത്ര പഠിച്ചാലും നമുക്ക് ഡിസ്റ്റിങ്ഷൻ ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര ലോയാ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സെമിസ്റ്റർ വൈസിലേക്ക് അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഡിസ്റ്റിങ്ഷൻ്റെ ഒക്കെ പെരുമഴ ഇടാൻ നമുക്ക് ഡിഗ്രിക്കൊക്കെ കിട്ടുന്ന പോലെ നല്ലോണം ഡിസ്റ്റിങ്ഷൻ കിട്ടും. നിങ്ങളുടെ ഭാഗ്യമല്ലേ. ഡിസ്റ്റിങ്ഷനും കൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരൊലക്കെ ഉണ്ടാക്കാനില്ല. പക്ഷെ എന്നാലും പഠിക്കണമെന്ന് ആഗ്രഹമുള്ള പിള്ളേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുമല്ലോ. അതുകൊണ്ട് സെമിസ്റ്റർ ആയതുകൊണ്ട് നല്ലതാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിനിക്സിൽ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറക്കമുണ്ടോ, പഠിത്തമുണ്ടോ, എങ്ങനെ ദിവസം കഴിഞ്ഞാൽ നമ്മൾ അറിയത്ത പോലും ഇല്ല. അങ്ങോട്ട് ക്ലിനിക്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു 4 വർഷത്തെ കൊണ്ട് നമ്മളിങ്ങനെ കെട്ടി പിഴിഞ്ഞ് അരച്ച് നമ്മളെ കൊണ്ട് അവിടെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പണി മുഴുവൻ ചെയ്യിപ്പിക്കും. അതും എന്ത് ഓസിൽ ചെയ്യിപ്പിക്കും കേട്ടോ. ഇതൊന്നും ഞാൻ കളിയാക്കി പറയുന്നല്ലടാ. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ ഭയങ്കര ഒരു ബേർഡൻ ആയിട്ട് തോന്നത്തില്ല. കാരണം നമ്മൾ ഒരാളുടെ പ്രസൻസ് കൊണ്ട് എത്ര പേർക്ക് ആശ്വാസമാവുന്നോ. നഴ്സുമാർക്കൊക്കെ ഒത്തിരി ഡ്യൂട്ടീസ് ഉള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ പേഷ്യൻസിനെ കെയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കാവുമ്പോഴാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല, നമുക്ക് കുറേ ഡ്യൂട്ടി ഉണ്ടാവും, കുറേ ഹിസ്റ്ററി കളക്ട് ചെയ്യണം, കെയർ പ്ലാൻ എടുക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ. അതിൻ്റെ ഇപ്പോൾ ഒരു 2 ആശ്വാസവാക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് പറയുന്നതിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ക്ലിനിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ക്ലിനിക്സിലാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററി കളക്ഷൻ, കെയർ പ്ലാൻ, കെയർ സ്റ്റഡി, ക്ലിനിക്കൽ പ്രസന്റേഷൻ, അങ്ങനെ ഒരു കെട്ട് സാധനം ഉണ്ടടാ. ഇതൊക്കെ എഴുതി തന്നെ നിങ്ങളുടെ ജീവിതം പോകുമെന്ന് ഞാൻ പറയത്തില്ല. ഇതൊക്കെ എന്തിനാ എഴുതുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മൾ ഇരുന്ന് എഴുതുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ കുറച്ച് ഉടായിപ്പ എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സിനെ കണ്ടുപിടിച്ച് ക്ലാസ് ടൈമിലൊക്കെ എഴുതി എല്ലാം തീർത്ത് വീട്ടിൽ പോയി ചുമ്മാ കിടക്കാൻ പറ്റും. അത് റിസ്ക് ആട്ടോടെ, നല്ല റിസ്ക്കാ. ചിലപ്പോൾ പണി കിട്ടും, അത് വേണ്ട. നല്ല കഷ്ടപ്പെട്ട് രാത്രി ഉറങ്ങാതിരുന്നൊക്കെ ചെയ്താൽ മതി. എൻ്റെ റൂംമേറ്റ് എപ്പോഴും എന്നെ ഇതാക്കി പറയാറുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെ മതിയടാ. പിന്നെ ഈ 4 വർഷം എന്ന് പറഞ്ഞാലില്ലേ, ബുക്ക് മാത്രം ഇതാക്കാണ്ടില്ലേ, എടാ കുറച്ച് എൻജോയ് ചെയ്യണം. നമുക്ക് ആകെയുള്ളത് നമ്മുടെ കോളേജ് ലൈഫാണ്. എന്ത് പ്രോഗ്രാംസ് കിട്ടിയാലും ചാടിക്കയറി പോവുക.
മാക്സിമം എൻജോയ് ചെയ്യുക. ഈ പഠിച്ച് കിട്ടുന്ന ഈ മാർക്ക് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനില്ല, സത്യം പറയാലോ, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനില്ല. പക്ഷെ കാശ് മുടക്കി വിടുന്ന വീട്ടുകാരെ വിചാരിച്ചിട്ട് നമ്മൾ സപ്ലൈ അടിക്കാതെ പാസ്സാകണം. നഴ്സിംഗ് പഠിക്കാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട്, ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ തന്നൊരു വീഡിയോ ആണെന്ന് വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നഴ്സിംഗ് അത്ര ഭയങ്കര സിമ്പിളായി ഒന്നും പഠിക്കാനില്ല, വെറുതെ എൻജോയ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് വരുന്നത്. ഇപ്പൊ ബോയ്സും ഗേൾസും ഒരേപോലെ ചൂസ് ചെയ്യുന്ന കോഴ്സാണ് നഴ്സിംഗ്. അപ്പൊ അങ്ങനെ ഒരു വിചാരം കൊണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ യാതൊരുവിധ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ കാശ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫീൽഡിൽ നിങ്ങളൊരു നേഴ്സായിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അബ്രോഡ് പോയി സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എടാ ബെസ്റ്റ് ഓപ്ഷൻ. ലൈഫ് സെറ്റിൽഡായി നമുക്ക് നമ്മൾക്ക് ആവശ്യമുള്ള ഫ്രീഡമായി, നമ്മൾ പിന്നെ വേറൊരുത്തിൻ്റെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കണ്ട, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിടാ. ഇനി വേണ്ട, പുറത്തോട്ട് പോകാൻ താല്പര്യമില്ല, ഇവിടെയാണെങ്കിൽ തന്നെ എയിംസ്, ജിമ്മർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ PSC ചെയ്ത് ഗവൺമെൻറ് കയറിയാലും നമ്മുടെ ലൈഫ് ഇവിടെ സെറ്റിൽഡായി. ഈ ഒരു നഴ്സിംഗ് പഠിച്ചത് കൊണ്ട് നമുക്ക് വേറെ ഫീൽഡിലേക്കും ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ MSc എടുക്കാം, PhD എടുക്കാം. പുറത്തൊക്കെ ആണെങ്കിൽ നഴ്സിംഗ് പ്രാക്ടീഷണർ ആയിട്ടൊക്കെ, നഴ്സിംഗ് പ്രാക്ടീഷണർ മീൻസ് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് മെഡിസിൻസ് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ്. വെറും ബെഡ് സൈഡ് നേഴ്സായിട്ട് മാത്രമേ നിൽക്കാൻ പറ്റൂ എന്ന് കരുതിയിട്ട് നഴ്സിംഗ് ചൂസ് ചെയ്യാണ്ടിരിക്കേണ്ട. അത്രമേൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ്. അപ്പോൾ പുച്ഛത്തോടെ കാണുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ പുച്ഛമുള്ള കുറേ പേര് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തിനു കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് വരെ പുച്ഛമായിരുന്നു. പക്ഷെ നമ്മൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ പുച്ഛം മാറുകൂടാണ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് മെഷീൻസും ജീവനില്ലാത്ത വസ്തുക്കളുമായിട്ടല്ല, നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ്. ഒരാളുടെ വേദനയുടെ സമയത്ത് നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടെങ്കിൽ അവർ മരിക്കുന്ന വരെ നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും. അതിപ്പരം ഭാഗ്യം തന്നെ വേണ്ട. കുറച്ച് കാശുണ്ടാക്കി കളഞ്ഞെന്ന് കരുതി നാളെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഈ ജീവിതത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാഷ് വേണം, ഓഫ്കോഴ്സ് ക്യാഷ് വേണം. അതിൻ്റെ ഇപ്പോൾ കുറച്ച് നല്ല മനുഷ്യരുടെ കുറച്ച് പ്രാർത്ഥനകളോടെ കൂടിയിരുന്ന എന്തെങ്കിലും നഷ്ടം വരുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. പ്ലസ് ടു കഴിഞ്ഞ് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നഴ്സിംഗ് ചൂസ് ചെയ്ത് അതൊരു നല്ല ഓപ്ഷൻ അല്ലേ എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വലിച്ചു നീട്ടി നിങ്ങളെ ആരെയും ബോർഡർ എടുപ്പിക്കുന്നില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന അനിയന്മാർക്ക്, അനിയത്തിമാർക്ക്, ഫ്രണ്ട്സിനോ, അറിയാവുന്നവർക്ക്, അയൽവക്കത്തുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തോളൂ, അവർക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളുക. അപ്പോൾ എൻ്റെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളാം. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.